2024-25 വർഷത്തെ മികച്ച അംഗൻവാടി പ്രവർത്തകയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കി ഉളിക്കൽ പഞ്ചായത്ത് 19-ാം വാർഡിലെ നുച്ച്യാട് അംഗൻവാടി ടീച്ചർ സത്യഭാമ. അപ്പോൾ നമുക്കിപ്പോൾ അഭിമാന ഒരു നിമിഷമാണ്. നമ്മുടെ ഉളിക്കലുമായി ബന്ധപ്പെട്ട് അംഗനവാടി ടീച്ചർമാർക്ക് ഏറ്റവും മികച്ച ഒരു നേട്ടം നമ്മുടെ ഉളിക്കലിലെ അംഗനവാടി ടീച്ചർക്ക് നേടിയെടുത്തിട്ടുണ്ട്. കാരണം ഈ വർഷത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള ഒരു അവാർഡ് നമ്മുടെ ഉളിക്കലിലൊരു അധ്യാപികയ്ക്ക് തേടി നമുക്ക് നമ്മുടെ കൂടെ അധ്യാപികയുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു തരാം. അപ്പോൾ ടീച്ചർ എന്താണ് പേരെങ്ങനെയാണ്? പേര് സത്യഭാമ. അപ്പോൾ സത്യഭാമ ടീച്ചർക്കാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിനും ഇരിക്കൂർ അഡീഷണൽ ICDSനും നമുക്ക് നുച്ച്യാട് നാടിനും എല്ലാ അംഗനവാടി പ്രവർത്തകർക്കും കൂടെ ഉള്ള ഒരു അവാർഡാണ്. നമുക്ക് ഒറ്റയ്ക്കല്ല. അംഗനവാടി ടീച്ചറുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് അംഗനവാടികൾ. അപ്പോൾ ഏറ്റവും പ്രധാന അമ്മമാർ കഴിഞ്ഞ് അടുത്തത് അത് ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു അധ്യാപക സമൂഹമാണ് നമ്മുടെ അംഗനവാടി ടീച്ചർ. അപ്പോൾ ഈ ഒരു നേട്ടം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നമ്മളെ അമ്മമാരുടെ അടുത്തുനിന്നും കുട്ടികളെ നമ്മളുടെ അംഗൻവാടിയിലേക്കാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അമ്മയാണ്, ചേച്ചിയാണ്, കൂട്ടുകാരിയാണ്, എല്ലാമാണ് നമ്മളുടെ മക്കളും. അപ്പോൾ നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും അംഗനവാടിയിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ അംഗനവാടികൾ ഒരുപാട് മത്സരങ്ങളാണ്. കാരണം ഇതുപോലെ ഏറ്റവും മികച്ചതായി മാറാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അംഗനവാടികൾ വ്യത്യസ്ത പ്രവർത്തനങ്ങളിലാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേട്ടത്തിലെത്താൻ എന്തൊക്കെ ഇടപെടലാണ് നമ്മുടെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്? അംഗനവാടിയിലെ അവാർഡിന് വേണ്ടി നമ്മൾക്ക് പ്രധാനമായും അംഗനവാടി കെട്ടിടങ്ങൾ, ഭൗതിക സാഹചര്യം 100% ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ നാടിൻ്റെ മികച്ച അന്തരീക്ഷം ആയതുകൊണ്ട് എനിക്ക് ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്കിപ്പോൾ അഭിമാന ഒരു നിമിഷമാണ്. നമ്മുടെ ഉളിക്കലുമായി ബന്ധപ്പെട്ട് അംഗനവാടി ടീച്ചർമാർക്ക് ഏറ്റവും മികച്ച ഒരു നേട്ടം നമ്മുടെ ഉളിക്കലിലെ അംഗനവാടി ടീച്ചർക്ക് നേടിയെടുത്തിട്ടുണ്ട്. കാരണം ഈ വർഷത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള ഒരു അവാർഡ് നമ്മുടെ ഉളിക്കലിലൊരു അധ്യാപികയ്ക്ക് തേടി നമുക്ക് നമ്മുടെ കൂടെ അധ്യാപികയുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു തരാം. അപ്പോൾ ടീച്ചർ എന്താണ് പേരെങ്ങനെയാണ്? പേര് സത്യഭാമ. അപ്പോൾ സത്യഭാമ ടീച്ചർക്കാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിനും ഇരിക്കൂർ അഡീഷണൽ ICDSനും നമുക്ക് നുച്ച്യാട് നാടിനും എല്ലാ അംഗനവാടി പ്രവർത്തകർക്കും കൂടെ ഉള്ള ഒരു അവാർഡാണ്. നമുക്ക് ഒറ്റയ്ക്കല്ല. അംഗനവാടി ടീച്ചറുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ് അംഗനവാടികൾ. അപ്പോൾ ഏറ്റവും പ്രധാന അമ്മമാർ കഴിഞ്ഞ് അടുത്തത് അത് ഏകദേശം അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു അധ്യാപക സമൂഹമാണ് നമ്മുടെ അംഗനവാടി ടീച്ചർ. അപ്പോൾ ഈ ഒരു നേട്ടം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നമ്മളെ അമ്മമാരുടെ അടുത്തുനിന്നും കുട്ടികളെ നമ്മളുടെ അംഗൻവാടിയിലേക്കാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അമ്മയാണ്, ചേച്ചിയാണ്, കൂട്ടുകാരിയാണ്, എല്ലാമാണ് നമ്മളുടെ മക്കളും. അപ്പോൾ നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും അംഗൻവാടിയിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ അംഗനവാടികൾ ഒരുപാട് മത്സരങ്ങളാണ്. കാരണം ഇതുപോലെ ഏറ്റവും മികച്ചതായി മാറാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അംഗനവാടികൾ വ്യത്യസ്ത പ്രവർത്തനങ്ങളിലാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേട്ടത്തിലെത്താൻ എന്തൊക്കെ ഇടപെടലാണ് നമ്മുടെ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്? അംഗനവാടിയിലെ അവാർഡിന് വേണ്ടി നമ്മൾക്ക് പ്രധാനമായും അംഗനവാടി കെട്ടിടങ്ങൾ, ഭൗതിക സാഹചര്യം 100% ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ നാടിൻ്റെ മികച്ച അന്തരീക്ഷം ആയതുകൊണ്ട് എനിക്ക് ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല. എൻ്റെ കൂടെ 15 വർഷത്തോളം എൻ്റെ അംഗൻവാടിയിലെ ഒരു ഹെൽപ്പർ ശ്രീമതി, അവരിപ്പം മുണ്ടാനൂർ അംഗൻവാടിയിലെ ടീച്ചറായി, മായൻമുക്ക് അംഗൻവാടിയിലെ ടീച്ചറാണ്. അവരുടെയും നിസ്വാർത്ഥമായ സേവനം, പിന്നെ എൻ്റെ കൂടെ ഇപ്പോഴുള്ള അജിത, അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത്. എന്നേക്കാളും മുന്നിൽ അവാർഡ് കിട്ടേണ്ടത് ആ ഒരു വ്യക്തിക്കാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്, നാട്ടിലെ കമ്മിറ്റി ഒക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നൊരവസരത്തിൽ ഈ ഒരു അവാർഡിന് അർഹയാകാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഹെൽപ്പറിനോടും കൂടെ കടപ്പെട്ടിരിക്കുന്നു. മേലുദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ സപ്പോർട്ട് എനിക്കുണ്ട്. കാരണം അവാർഡിന് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് വിഷമമാണ്. ഈ വർഷം ഞാൻ കൊടുത്തു. അപ്പം
മേലുദ്യോഗസ്ഥന്മാരുടെ നല്ലൊരു പിന്തുണയും എനിക്ക് ഈ അവാർഡിൻ്റെ പുറകിലുണ്ട്. അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എൻ്റെ ഈ അവാർഡ് സമർപ്പിക്കുന്നു. ഏറ്റവും നല്ല സന്തോഷമാണ്, എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് ഇപ്പോൾ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും, നമ്മളെ ICDS കുടുംബത്തിന് മൊത്തം സന്തോഷമാണ്. ഈ അവാർഡ് കിട്ടിയത് എങ്ങനെയാണ്, നമ്മുടെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ എല്ലാവർക്കും, കുടുംബത്തിലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട്. കാരണം 31 വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഈ അംഗനവാടിയൊക്കെ കേന്ദ്രീകരിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ICDS സൂപ്പർവൈസർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോടും കൂടി വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ടീച്ചർ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ടീച്ചറെ കീഴിലുള്ള ഒരു അംഗനവാടിയിലെ ഒരു അധ്യാപികയ്ക്കാണ് ഏറ്റവും മികച്ച അധ്യാപികയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വേളയിൽ എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ ഈ ഉളിക്കൽ പഞ്ചായത്തിൽ ചാർജ് എടുത്ത സമയത്ത് തന്നെ ഈ നുച്ചിയാട് അംഗനവാടി സന്ദർശിച്ചപ്പോൾ ടീച്ചറുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഒരു അവാർഡിന് നമുക്ക് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് ടീച്ചറുടെ. ഇത് എല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ടീച്ചറുടെ കാര്യങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള അംഗൻവാടിക്കാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ, പ്രവർത്തനങ്ങൾ ചെയ്യാൻ അത്രയും സന്നദ്ധയായിട്ടുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വർഷം അവാർഡിന് കൊടുക്കണമെന്ന് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പോൾ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ICDS കുടുംബത്തിന്, നമ്മുടെ ഇരിക്കൂർ അഡീഷൻ ICDS പ്രൊജക്റ്റിന് വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷം. ഇങ്ങനൊരു അവാർഡ് നമുക്ക് നേടുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വെക്കുന്നത് ഒരു അംഗനവാടി? കാരണം ഈ അംഗനവാടി മികച്ച ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല മേഖലയിലും കണ്ടിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് അംഗനവാടി മേഖലകളിൽ, കാരണം ഏറ്റവും മികച്ച ഹെൽപ്പറായി അല്ലെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപികയാകാൻ വേണ്ടി ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ്? അംഗനവാടിയുടെ ഭൗതിക സാഹചര്യം നല്ല ഒരു ഭൗതിക സാഹചര്യമുള്ള ഒരു അംഗനവാടിയാണ്. പിന്നെ ടീച്ചറുടെ പ്രവർത്തനം, ടീച്ചറുടെ മാത്രമല്ല അവിടെയുള്ള ഹെൽപ്പറും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഹാജർ നിലവാരം, ഇവരുടെ ഏരിയയിലല്ലാത്ത കുട്ടികൾ പോലും ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ അംഗനവാടിയും കുട്ടികളില്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ നുച്ചിയാട് അംഗനവാടി എപ്പോഴും നല്ല ഹാജർ നിലവാരം പുലർത്തുന്നൊരു അംഗനവാടിയാണ്. നല്ല കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും ഇവിടെ കുട്ടികളെ നോക്കുന്നൊരു. നമ്മുടെ ഇരിക്കൂർ പ്രൊജക്ട് ലീഡറാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, നമ്മുടെ ഒരു സത്യഭാമ ടീച്ചർക്ക് ഒരു അവാർഡ് കിട്ടി? എനിക്ക് കിട്ടിയ പോലത്തെ തന്നെ ഒരു സന്തോഷമാണ്. കാരണം ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചതാണ് അവൾക്ക് കിട്ടണമെന്ന്. കാരണം അവളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയാസം അനുഭവിച്ചാണ് അവൾ കടന്നു വന്നത്. അവളൊരു രോഗിയാണ്, അവളുടെ ഒരു മകൻ മരിച്ചു, അതിൻ്റെയൊക്കെ തീവ്ര ദുഃഖത്തിലാണ്. അപ്പോൾ ഇങ്ങനെയൊരു സന്തോഷം ഇപ്പോഴെങ്കിലും അവൾക്ക് കിട്ടിയില്ലെങ്കിൽ, കാരണം സർവീസിൽ നിന്ന് വിരമിക്കാൻ ഇനി ഒരു 5 വർഷം കൂടിയുള്ളൂ. അപ്പോൾ അവളുടെ പ്രവർത്തനം അത്രയാണ്. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവളാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഞങ്ങളിങ്ങനെ ഫോം കളിച്ച് നടക്കുമെങ്കിലും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി രാവിലെ 9 മണിക്ക് സെൻറ്ററിൽ വന്നാൽ ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം ഇപ്പം ഞങ്ങൾക്ക് ഫോണിൽ പോഷൻ ട്രാക്കർ എന്നൊരു പരിപാടിയുണ്ട്. അപ്പം ഞങ്ങൾക്കതൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഉളിക്കൽ പഞ്ചായത്തിൽ 37 ടീച്ചർമാരുണ്ടെങ്കിലും ഈ 37 പേരിൽ ഒരു 30 പേരെങ്കിലും ഇവിടെ സമീപിക്കാത്ത ഇതില്ല. കാരണം അവിടെ അത്രയും ഏകാഗ്രതയോടും ജാഗ്രതയോടും കൂടി കാര്യങ്ങൾ ചെയ്തു തരും. അവളുടെ പ്രവർത്തനങ്ങൾ രാത്രി 12 മണിക്കായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ 7 മണിയോടെ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന അവാർഡിന് അവളാണ് ഏറ്റവും യോഗ്യ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഉളിക്കൽ പഞ്ചായത്ത് ടീച്ചർ മാത്രമല്ല, ഉളിക്കൽ പഞ്ചായത്തിന് പോലും ഏറ്റവും മികച്ച ഒരു അവാർഡ്, ഏറ്റവും സന്തോഷപരമായ ഒരു നിമിഷം തന്നെയാണ് ഇത്. കാരണം അമ്മമാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വളർത്തമ്മമാരെന്നറിയപ്പെടുന്നത് നമ്മുടെ അംഗനവാടി ടീച്ചർമാരാണ്. ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ ചാനലും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജിതിനൊപ്പം അഫ്ലർ.